അടുത്ത് എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ നോക്കിയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്ഡേഷൻസ് നോക്കിയാലും മമ്മൂക്കാന്റെ കൂടെ എപ്പോഴും കാണാറുണ്ട്. അതിന് മറുപടി എനിക്ക് പറഞ്ഞില്ല. അല്ല, ഞാൻ കാണുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഞാൻ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഞാൻ പോകും. എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം? ആത്മബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരല്പം കൂടെ ഈ കോവിഡ് സമയത്തും അല്ലാതെയും ആ പടം ചെയ്തതിന് ശേഷവും ഒരല്പം കൂടെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. പക്ഷെ എവിടെ നോക്കിയാലും ഒരു 3 പേരിൽ ഉള്ള ഒരു നമ്പറിലേക്ക് നോക്കിയാൽ അതിലൊന്ന് രമേശ് പിഷാരടി. ഞാൻ ഞാൻ പോകുന്നതല്ലേ അത്, അല്ലാതെ ഉണ്ടാവില്ലല്ലോ. അല്ല, പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോ നമുക്ക് പറയാം ഇനി നീ അങ്ങനെ വരണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോകാൻ പറ്റൂല. അങ്ങനെ വരണ്ടെന്ന് പറയിക്കാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അത് ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഒരാള് ദേഷ്യപ്പെട്ടു, അല്ലെ മമ്മൂക്കായെന്നല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര കാര്യമായിട്ട് ദേഷ്യപ്പെട്ട് പിഷാരടിയോട് സംസാരിക്കുകയാണ്, പിഷാരടി എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെ പിഷേട്ടാന്ന് അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഭയങ്കര ദേഷ്യമായിട്ട് ഒരാൾ പെരുമാറണം. എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ചുമ്മാ കേട്ട് ചിരിച്ചോണ്ടിരിക്കും, ഒന്നും പറയില്ല. അല്ലാതെ ഒരുപാട് പേര് അവനവൻ്റെ സ്വഭാവത്തെ പറ്റി പറയുന്ന വലിയൊരു കഴിവായിട്ട് പറയണ്ടേ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നോട് എങ്ങനെ പെരുമാറുന്നു തിരിച്ച് അതുപോലെ പെരുമാറും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ സ്വഭാവം എന്താ? എതിരെ വരുന്നവൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം. എനിക്കൊരു സ്വഭാവം വേണ്ടേ? എതിരെ വരുന്നവൻ എങ്ങനെ പെരുമാറുന്നു അതുപോലെയൊക്കെ ഞാൻ തിരിച്ചു പെരുമാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവമില്ല. എതിരെ വരുന്നവൻ നല്ലതാണ്, ഞാൻ നല്ലത്. എതിരെ വരുന്നവൻ മോശമാണ്, ഞാൻ മോശം. അങ്ങനെയല്ലല്ലോ. എനിക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. എൻ്റെ സ്വഭാവത്തിൽ ഇവൻ എത്ര ചീത്ത വിളിച്ചാലും എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇത് വാക്ക് ശബ്ദമല്ലേ. ഇവനെ ഞാൻ അറിയാത്തൊരു ഭാഷയിൽ ഇവൻ ചീത്ത വിളിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബോംബെ പോകുന്നു, ഹിന്ദിക്കാരന്മാർ വന്ന് നമ്മളെ എന്തെല്ലാം തെരുവരുണ്ടെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. കാരണം ഞാൻ അന്യഭാഷ നാട്ടിൽ സാഹിബന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ അമേരിക്കയിലൊക്കെ പോകുമ്പം കടയിലൊക്കെ ചെന്നിട്ട് ഇപ്പം തൊട്ട് കാണിക്കണല്ലോ ഫോട്ടോയിൽ അവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് ചൂണ്ടിട്ട് 2 തെറിയാണ് ഞാൻ പറയുന്നത്. മലയാളത്തിലോ? അവർക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മുടെ ഒരിക്കലും മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇവനെ അറിയാവുന്നതുകൊണ്ടും ഒക്കെയാണ്. അങ്ങനെ ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തൊടാതെ ദൂരെ നിന്നുകൊണ്ട് അത് നമുക്ക് മനുഷ്യനെ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ കരയിക്കാൻ എനിക്ക് പറ്റും, ചിരിപ്പിക്കാൻ പറ്റും, ദേഷ്യപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഒരുത്തന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും കൺട്രോൾ കൊടുക്കുക, നമ്മുടെ കാര്യത്തിൽ ഇത്രയും കൺട്രോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലോ. അപ്പം ഞാനൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് വന്ന് വല്ലതും പറഞ്ഞാലും വിഷയമില്ല, അതുവരെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല. അങ്ങനെ നമ്മൾ ശീലിച്ചാൽ ഭയങ്കര സുഖമാണ്. അല്ലാതെ നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെയും സങ്കടത്തിൻ്റെയൊക്കെ വേറെത്തന്നെ നമ്മളെ ശരീരത്തിൽ പോലും തൊടാതെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നെ ദേഷ്യപ്പെടുത്താം, എന്നെ ചിരിപ്പിക്കാം, എന്നെ കരയിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടിമയല്ലേ ഞാൻ.